എല്ലാം എന്റെ ഒരു ഗതികേട് പറയട്ടെ. ഞാൻ ചെല്ലുമ്പോഴത്തേനും സിറ്റുവേഷൻ തീരും. ഞാൻ ഡെഡ് ബോഡി നോക്കി 2 ഡയലോഗ് അടിക്കും, തിരിച്ചു വരും. അണ്ണൻ്റെ കേറണ്ടായിരുന്നു, നടന്നു വന്നായിരുന്നു എത്തിയാനിപ്പോ. പോടാ കൊണ്ടേ ബാബു. ഹലോ വെൽക്കം വെൽക്കം കോ ലീഡർ. ബാബു, ഞാൻ ബാബുവിന് കോ ലീഡർ ആയിട്ട് പ്രൊമോട്ട് ചെയ്ത്. മൈക്ക് മാറി കിടക്കുവാൻ തോന്നുന്നു കേട്ടോ, അല്ല തൊണ്ട മാറി കിടക്കുവാൻ തോന്നേ. എടാ നമ്മുടെ എടാ വെയിറ്റ് ചെയ്യണം കോ ലീഡർ വന്നിട്ടുണ്ട്. നമ്മുടെ ബാബു കോ ലീഡർ വന്നിട്ടുണ്ട്. ബാബു വന്നിട്ട് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാം. അവന്റെ സംസാരം ആദ്യം ഒരു തമിഴ് ടച്ച് ഉണ്ടായിരുന്നു അവന്റെ സംസാരം. ഹലോ ബാബു, ബാബു ഡ്രസ് ഷോപ്പ് വരെ വരണേ. 24 മണിക്കൂർ TDM മാത്രം മൂഞ്ചിക്കൊണ്ടിരിക്കുന്ന കുറെ അമ്മമാരെ ഇവിടെ വളിച്ചു കിടപ്പുണ്ട്. അമ്മമാരെ കാണിച്ചു തരാം പെട്ടെന്ന്. എടാ ഞാൻ കാര്യം ചോദിക്കട്ടെ, 3 ദിവസമായി ഇവന്മാർക്ക് തല്ലുകൊണ്ടിട്ട്. അവന്മാർ ഇങ്ങോട്ട് വന്ന് അടിച്ചതാണ്. അവന്മാരാണ് ഫസ്റ്റ് ഫയറിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഓക്കെ ഓക്കെ. സീനില്ല അല്ല പൊങ്ങിട്ട് ഇവന്മാരെ റോബ് ചെയ്യാം എന്നിട്ട് പോവാം. അല്ല ഇവന്മാരെ റോബ് ചെയ്തിട്ട് വിടാം. കയ്യിലുള്ള എല്ലാം എടുത്തിട്ട് വിട്ടാൽ മതി. എല്ലാം എടുത്തിട്ട് വിടാം. 50 ലക്ഷം എടുക്കാം. ആൾക്ക് 50 വെച്ച് കറക്റ്റ് ഒരാൾ എടുക്കണേ. എല്ലാവരുടെ അടുത്ത് പിന്നെ 5 മണിക്കൂർ TDC ഞാനൊരു കാര്യം പറയാം, ഒരാൾക്ക് 50 ലക്ഷം അണ്ണാ 5 മണിക്കൂർ TD ഗ്രൈൻഡ് ചെയ്തിട്ട് எதுக்கு டிடிஎம்க்கு வெளியில வந்த உள்ளக்கா இருக்கணும் 24 hours സിറ്റി കേറാ TDM പോവാ അവിടെ ഇരിക്കുക. അവിടെ മറ്റേ സിറ്റിസൺ എല്ലാവരും ഉണ്ട്, പക്ഷെ പുറത്തിരുന്നതാ ഇവിടെ ആളുകളെ പണ്ടിട്ട് ഇവന്മാരെ എപ്പോ ചെന്നാലും TDMന്റെ ഫ്രണ്ടിലുണ്ട്. TDM നമ്മള് രാത്രി 3 മണിക്ക് ചെന്നാലും അതിന്റെ ഫ്രണ്ടില്ല. 4 ഗ്യാങ് ഉണ്ടല്ലോ. ഒരു ഫ്രാഗ് പോലും എടുക്കാൻ പറ്റിയില്ല. എടാ നമ്മുടെ കോ ലീഡർ വരുന്നുണ്ട്. എല്ലാരും ഒന്ന് ചില്ലാവണേ. കോ ലീഡറിന് എന്തോ സംസാരിക്കണ്ടെന്ന് അവരോട്. ബാബുന്ന് വരുന്നു. എടാ എല്ലാരും വെൽക്കം പറയണേ. ദേശക്കാരനാണ്. എന്ത് എല്ലാരും അണ്ണാന്ന് വിളിക്കണേ. ഹലോ സംസാരിക്കണ നമ്മുടെ ജോഡിയാണോ അത്? അതിൽ ഇറങ്ങി വെടിവെച്ചത് ചന്ദ്രനാണോ? ചന്ദ്രന്റെ കൂടെ ഞാനും കോലി ഡ്രൈവ് അവന് പിടിച്ചില്ലേ മള്ളി? ഇല്ല, ചന്ദ്രനെ കോലി സ്ഥാനത്ത് മാറ്റി. എടാ ഈ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ഉടനെ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. എല്ലാരും വരണേ. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഒരു കാര്യം പറയാം. വെയിറ്റ് ചെയ്യാം. ഇവന്മാരല്ലേ സിറ്റുവേഷൻ എടുത്ത് വെയിറ്റ് ചെയ്യാം. അമ്മമാര് പൊങ്ങട്ടെ ചോദിക്കാം. പറ മോബി. ഇവന്മാരില്ലേ നമ്മുടെ വില്ലുമാന്റെ പാച്ചൂസിനൊക്കെ കിഡ്നാപ്പ് ചെയ്ത് എന്തൊക്കെയോ അവളുടെ അടുത്ത് വേണ്ടാതിന് എന്തൊക്കെ പറഞ്ഞു. ആണോ? വില്ലുമാനുണ്ടോ ഇവിടെ? വില്ലുമോ ഒന്നുമില്ല. 1v4 ആയിരുന്നോ? എടാ 1v4 ആയിരുന്നോടാ ഇത്? ഒരു കാര്യം പറയട്ടെ. പറ ബാബു. മള്ളി എല്ലാരോടും ഗ്യാങ് ഡ്രസ് ഇടാൻ പറയോ? എടാ ഗ്യാങ് മെമ്പേഴ്സ് എല്ലാം ഇതിടണേ.
ചന്ദ്ര ഹുഡി മാറ്റിയിട്ട് ടീഷർട്ട് ഇട്ടേ വരാവേ മീറ്റിങ്ങിന്. പെട്ടെന്ന് തയ്ച്ചോ. ഓരോരുത്തരെ പൊക്കാടാ ഓരോരുത്തരെ. ബാബു സേഠ് എടാ ഈ പൊക്കുന്നതിനൊന്ന് കണ്ണയും ചെയ്തേരെ. ഇവിടെ ഒരു ഗ്യാങ് സിറ്റുവേഷൻ നടക്കുമല്ലേ, മെമ്പേഴ്സ് ഒക്കെ ഇവിടെ ഞാൻ വേറെ കാര്യം പറയാം, മറ്റേ കൊരങ്ങന്റെ ബുദ്ധിയുള്ളവന്മാരാ മറ്റേ സിറ്റിസൺ ഡ്രസ് ഒക്കെ ഇട്ട് വന്നു കളയും ഇവിടെ ബാക്കപ്പിനൊക്കെ. എല്ലാരും നിക്കില്ല സ്പ്രെഡ് എടാ അതാരാ ഗോകു, നീ ആരെ വിളിച്ചത് ഇത് പറയണേ? തിരിച്ചു വന്നാ ആ ഗോകു അല്ല, ഗ്യാങ് മെമ്പേഴ്സിനെ അറിയത്തില്ലെന്ന് പറയല്ലേ. എടാ ഗ്യാങ് ഹൗസിലോട്ടോ. തെറിയൊന്നും വിളിക്കല്ലേ. അവനെ പോലെടുത്ത് മാറ്റിയാലേ മെമ്പറൊക്കെ അല്ലേ ഈ ഓടിച്ചിട്ട് വേണമെങ്കിൽ ഓപ്പോസിറ്റ് ഗ്യാങ്ങിലുണ്ടെങ്കിലും പോയി കയറും. എടാ അവിടെ എന്താ പ്രശ്നം? വാടാ ഗ്യാങ് ഹൗസിലോട്ട്. വിട് ആ വാണത്തിനേക്ക് വിട്. ഗൈസ് നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് കിടന്ന് മീനൂട്ടി എന്ന് പറയല്ലേ ഗൈസ്, ഞാൻ ചെയ്തോളാം. ചില്ലാവും നിങ്ങള്, ഗ്യാങ് സിറ്റുവേഷൻ നടക്കുമല്ലേ. അവന്താ എന്നവാനാ അമൂച്ചവ പേച്ചവ യാർ சொல்லும் அழகா கதோ வந்தா என்னவானா. വാ അണ്ണാ സീരിയസ് ആണോ? ഞാൻ സീരിയസ് ഒന്നും അല്ലടാ. വന്നില്ലല്ലോടാ ഈഗോ ഉള്ളവരൊന്നും. വരൂല കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ വന്നാ മതി. എനിക്കൊന്നവൻ ആ സീനൊന്ന് കാണണം. ഞാൻ ആവശ്യമുള്ള ബാക്കിൽ കത്തിക്ക് പുളിച്ച് എടുത്തോണ്ട് പോകുന്നു. ഓരോ ഈഗോ. ആദ്യം ഒരു കത്തിക്ക് വീശിയേട്ടാ, അപ്പൊ ഞാൻ മാറിക്കളഞ്ഞു. രണ്ടാം ശ്രമത്തിൽ തന്നെ ഞാൻ കണ്ടോണ്ട് നിങ്ങളെ കൊണ്ടുപോയില്ല അവര്. സത്യം. ഇത് മാത്രമല്ല അവന്റെ കൂടെ ബുദ്ധി ഇല്ലാതെ വേറൊരുത്തുണ്ട് നീകൻ. ലോക്കർ ചെക്ക് എനിക്ക് അത് ആർപ്പി അല്ലേ ഗൈസ്, ചില്ല. നിങ്ങൾ മെറ്റ പറയല്ലടാ, നിങ്ങൾ പുതിയ ഓഡിയൻസ് ആണ് ഗൈസ് നിങ്ങളെല്ലാരും. പമ്പിന്റെ കേസ് ഒന്ന് എടുത്തു പറയണം. അവർ കോഴിയുടെ ആയതുകൊണ്ടാണ് മുകളിൽ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ പറ്റി ഒന്ന് സംസാരിക്കണം. പിന്നെ ഗ്യാങ് അസറ്റ്സിൽ തൊടുന്നതിനെ പറ്റി സംസാരിക്കണം. ഏതോ ഒരുത്തനെ അടിച്ചപ്പോഴത്തേക്ക് പിന്നെ എന്തൊക്കെ സംസാരിക്കാൻ ഞാൻ നോട്ട് പോയിന്റ് എഴുതി പറഞ്ഞു. ഞാൻ ഇത് ശരിക്കും 6 മാസം മുന്നേ ഞാൻ ബുക്കിൽ കുറച്ച് പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. ആ ബുക്ക് ഒന്ന് എടുത്തിട്ട് ഒരുത്തനെ കൊന്നവനെ വെടിച്ചോണ്ടിരുന്നപ്പോ സൈഡിൽ നിന്ന് ഒരു പിസ്റ്റൽ ഇട്ട് തലക്കടി. നിന്നെ അടിച്ചിട്ടോ അവന്മാര്? ആ പിസ്റ്റൽ അടിച്ചിട്ട് തന്നെ. അല്ലെ 2 ഫോണും 2 റേഡിയോ താഴത്തുണ്ട്. ഇല്ലല്ലേ റേഡിയോയില് റേഡിയോ എടുത്ത് ഗ്യാങ് ലോക്കറി വെക്കടാ, ആർക്കെങ്കിലും ഉപയോഗപ്പെടും. റേഡിയോ എടുത്ത് ചന്ദ്ര റേഡിയോ പോയി. അത് ഇതാക്കിയപ്പോ പോയതാടാ, അവനെ അടിച്ചിട്ടപ്പോ പോയതാ രണ്ടുപേരും. എന്താ അകത്തോട്ട് വരൂലേ? വാ നടുവിനെന്താ? ഞാൻ അടിച്ചതല്ലേ, വീങ്ങിയതല്ലേ. എന്താ കഴുത്ത് കോച്ചാ നിന്റെ ചന്ദ്രു? ചന്ദ്രടാ ഇരുന്നോ. ഫ്രണ്ടിലൊന്നും ഇരിക്കണ്ട, നീ ഏറ്റവും ബാക്ക് റോയിൽ താഴെയിരുന്നോ. റേഡിയോയിലുള്ള എല്ലാരും ശ്രദ്ധയ്ക്ക്, മെമ്പേഴ്സിന്റെ എല്ലാവരും ശ്രദ്ധയ്ക്ക്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ലൈനപ്പും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ ശരിക്കും ഒരു കോ ലീഡർ സ്ഥാനം ഡിസേർവ്ഡ് ആയിട്ടുള്ള നമ്മുടെ ബാബു നമ്പൂതിരി അറിയിക്കപ്പെടുന്ന സ്ഥാനം അറിയിക്കപ്പെടുന്ന ഒരു പ്ലെയറിനെ നമ്മൾ ഈ വട്ടം കോ ലീഡർ ആക്കിയേക്കുവാണ്. അത് ഇന്നോട്ട് നിങ്ങളെല്ലാരും
മെമ്പേഴ്സ് എല്ലാവരും അതിപ്പോ ആര് അണ്ണാന്ന് വിളിച്ചില്ലെങ്കിലും അവരെ ടിവിക്ക് പുറത്തായിരിക്കും. പെർമനന്റ്ലി പുറത്തായിരിക്കും. എടാ കൊട പിടിച്ചിരിക്കുന്നവനെ ഒട്ടും വെയിലില്ലല്ലോ, നീ വെളിയിൽ പോയി നിന്ന് കൊട പിടിച്ചോ. എന്നിട്ട് മറ്റേവൻ കശത്ത് കുരുവുള്ളവനില്ല, അവൻ വന്ന് സീറ്റ് ഇരിക്കാവോ? ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ കേൾക്കുന്നില്ല പുതിയ കോലിഡർ എന്ന് പറഞ്ഞ മനസ്സിലാവുന്നില്ലെന്ന് പറ. ആണോ? കേൾക്കുന്നില്ല, കുറച്ച് ഒച്ചത്തിൽ സംസാരിച്ചേക്കാം. മള്ളി ഇത് ഒച്ചത്തിൽ സംസാരിക്കണം മള്ളി, അതോ എന്റെ ഈ സാധാ സൗണ്ടിൽ സംസാരിച്ചാ പോരെ? ഫ്രണ്ടിൽ വന്നു കേക്കട്ടെ. റേഡിയോയിൽ സംസാരിച്ചാൽ കേൾക്കാൻ പറ്റും. ഇവിടെ നിന്ന് റേഡിയോയിൽ സംസാരിച്ചാൽ മതി. റേഡിയോയിൽ ഇല്ല ചില അച്ചിപ്പട്ടിയുള്ളതാണ്. അവൻ റേഡിയോയിലുണ്ട്. ഓ ടി വി സാധാ മെമ്പർ ചന്ദ്രബോസ് ഉണ്ട്. കൊട പിടിക്കലൊക്കെ വെളിയില് നീക കൊട മാറ്റി. നിനക്ക് വേണമെങ്കിൽ നിനക്ക് മെമ്പർഷിപ്പിന്റെ സ്ലോട്ട് വേണമെങ്കിൽ ആ സൈഡിൽ ഇരുന്നോ. അപ്പൊ പുതിയതായിട്ട് സ്ഥാനമേറ്റ കോ-ലീഡർ, ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന കോ-ലീഡർ വെച്ച് നോക്കുമ്പോൾ എന്ത് ചേഞ്ചസ് ആണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? മള്ളി ആദ്യമായിട്ട് എടുത്ത് പറയേണ്ട സാധനം ഉത്തരവാദിത്തം. പിന്നെ രണ്ട് സൈഡിൽ, അതായത് തലച്ചോറ് എന്ന് പറയുന്നത് രണ്ട് ഭാഗമാണ്. ഇത് എന്റെ കൂടെ ചേരുന്നതാണ് ഒറ്റ തലച്ചോറ്. അങ്ങനെ ഒരു തലച്ചോറുള്ള ഒരു കോ-ലീഡറാണ് നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയിരിക്കുന്നത്. പഴയതിനെ അപേക്ഷിച്ച് എന്തുകൊണ്ടും ഫാർ 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 ബെറ്റർ അല്ല. ഒരേ ഒരു നല്ലൊരു കോ-ലീഡർ. നിങ്ങൾക്ക് ഇതുവരെ കോ-ലീഡർ ഇല്ലായിരുന്നു. ശരിക്കും ഇത്രയും നല്ല നിങ്ങൾക്ക് ഒരു ലീഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് ഇനി ഒരു കോ-ലീഡർ ഉള്ള ഒരു ലീഡർഷിപ്പിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ ഒന്ന് പറഞ്ഞിട്ട് രണ്ട് പറഞ്ഞ് വായിൽ പറയും വെച്ചുകൊണ്ട് നടക്കുന്നവന്മാർക്ക് ഇതിനെ പറ്റി പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് പിന്നെ എടാ നീക ഇനി ഇവിടെ വന്ന് ഇരുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞു വിടും. നമുക്ക് എവിടെയല്ല സീറ്റ് കയറി ഫ്രണ്ട് വന്നിരി. എങ്ങനെയാണ് ഇരിക്കണേ? ചന്ദ്രൻ ഇരിക്കാവോ? എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ വേണ്ടിട്ട്. നിനക്കെന്താ ബുദ്ധിമുട്ട്? ഞാൻ ഇവിടെ ഇരിക്കണേ. നീയല്ല അണ്ണെന്ന് വിളിക്കണേ പ്ലീസ്. അണ്ണെന്ന് വിളിക്കണം. നീയെന്നൊന്നും വിളിക്കല്ലേ കേട്ടോ. ചന്ദ്ര ലാസ്റ്റ് പണിയാണേ. നീ വിളിച്ചോ? ഇല്ലെങ്കിൽ നിനക്കില്ലെങ്കിൽ ഞാൻ കോഹ്ലിയുടെ ചന്ദ്രൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അണ്ണാന്ന് വിളിക്കാൻ. ചന്ദ്രൻ പറയാൻ മടിയുണ്ട്. അപ്പൊ ഞാൻ പറയാണ്. അപ്പൊ ഡിസിഷൻ എന്താന്ന് വെച്ചാൽ കോഹ്ലിയുടെ തന്നെ എടുത്തോ. ഞാൻ പറയാനില്ല. എടുത്തോ. അതെ, അപ്പൊ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നീകൾ ആദ്യം വെളിയിറങ്ങ്. ചന്ദ്രന്റെ കേസ് നമ്മൾ തീരുമാനം ഇപ്പൊ ആക്കി തരാം. അല്ല നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് നീക? ഓ എന്ത് ബുദ്ധിമുട്ട് നമുക്ക് ചന്ദ്രൻ. ചന്ദ്ര ഇരിക്കാൻ ബുദ്ധിമുട്ടാണോ അതോ നിൽക്കുവാണെങ്കിൽ കുറച്ചുകൂടെ പുറകോട്ട്? നമുക്ക് മീറ്റിംഗ് നടക്കുന്ന ഏരിയയിൽ ഇനി വേറെ ആർക്കും നിൽക്കാൻ പറ്റില്ല. ഞാൻ പുതിയ മെമ്പേഴ്സിനോട് എല്ലാവരുടെ ഒഫൻസീവ് ആയിട്ട് എടുക്കേണ്ട. നമ്മുടെ ഈ കോ-ലീഡർ പണ്ടോട്ടെ ആക്ച്വലി കുറച്ച് ചൂടനാണ്, സ്ട്രിക്റ്റ് ആണ്. അതിപ്പോ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും. ഡൗട്ട് ഉണ്ടോ? ഇപ്പം ആവശ്യം ഒരു മിനിറ്റ് കൂടെ. ഇപ്പൊ മെമ്പേഴ്സ് റാ പോകാൻ വിളിച്ചാ പോരെ? വിളിച്ചോക്കടാ കുണ്ടാനി. അവസാനം എനിക്ക് വന്നു നീ സഭയിൽ അപമന്യതയായി പെരുമാറും. മെമ്പേഴ്സിനെ അങ്ങനെ വിളിച്ചാൽ വേറെ മാറ്റമൊന്നുമില്ല. അങ്ങനെ വിളിച്ചാൽ പിന്നെ ചന്ദ്ര ഇനി പമ്പിന്റെ ഓണർഷിപ്പ് ബാബുവിന്റെ പേരിലോട്ട് മാറ്റി കൊടുക്കണേ. തല പോയ കൊടുക്കൂലല്ലോ. തല പോയാ അതിപ്പോ തല പോകുന്നുണ്ട്. അതിപ്പോ ഞാൻ വെടിവെച്ചിടും. തലയും പോവും, തലയ്ക്ക് പേരുള്ള ടി വി എന്നുള്ള വാലും പോവും. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം പമ്പും കാര്യങ്ങളൊക്കെ നിന്റെ പേരിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ആ ഭാര്യയും കൊച്ചിനെ ഒഴിച്ച് ബാക്കിയെല്ലാം ബാബുന്റെ പേരിൽ എഴുതി വെച്ചാരെ. അതായിരിക്കും വേണം സെക്കൻഡ് ഹാൻഡ്. അതല്ല, അതിനെ പറ്റിയല്ല പറയുന്നത് ചന്ദ്രു. പിന്നെ ആവശ്യമില്ലാതെ ഇനിയിപ്പം ഗ്യാങ് അസറ്റ്സിലൊന്നും അനാവശ്യമായി കൈവയ്ക്കരുത്. എപ്പോ ഫുഡ് എടുക്കണം, ഗ്യാങ് ലോക്കറിൽ നിന്ന് എന്തെങ്കിലും എടുക്കണമെങ്കിൽ എന്നോടോ മലയാളിയോടോ പറഞ്ഞിട്ട് വേണം എടുക്കാൻ. അതെ, മനസ്സിലായി? അതിനകത്തൊന്നും ഇല്ല. അതിനകത്തൊന്നും ഇല്ലേ? റോളുണ്ട്. ഇത്രയല്ലേ ഉള്ളൂ മള്ളി? ഇനിയുണ്ടോ? കോമൺ ലോക്കറി സാധനമൊന്നും ഇല്ലല്ലോ. എടാ കോമൺ ലോക്കറി സാധനമൊന്നും ഇല്ലല്ലോ. ഇതിലധികം തോക്ക് വേണ്ട. 70 തോക്ക് എക്സ്ട്രാ കയറ്റിയത് ഇന്നലത്തെ കൺസേണിന്റെ തോക്കല്ലേ ഇതിൽ ഇരിക്കണ്ട. ഇതിൽ എത്ര തോക്കുണ്ടെന്ന് എണ്ണി നോക്ക്. കുറവാണ്. അതൊന്ന് കശ്മീരുടെ കയറ്റി ഒന്ന് കുറഞ്ഞാ പറഞ്ഞു തരും. ഇവിടെ ഉണ്ടോ ഞാൻ ഇത്ര നാളെ ഇവരെ കോലിഡർ തന്നെ ആയിരുന്നടാ. ഞാൻ ഇവിടുത്തെ കള്ളനല്ലായിരുന്നു. മനസ്സിലായില്ലേ?
നിനക്കൊക്കെ അത് പറയാൻ ഞാൻ ഒരു കോഹ്ലി ഇടറായിരുന്നു. ചന്ദ്രമുഖി മുക്കി ചന്ദ്രമുഖി എന്തൊരു മുള്ളി, 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 മുള്ളി. മുള്ളി ചന്ദ്രക്ക് മാറാൻ നോക്കിയിരിക്കുവോ നീ മുള്ളി, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ ഗ്യാങ് ഹൗസിൽ വന്നപ്പോ ഇവൻ വീട് മാറാൻ വേണ്ടി വണ്ടിയിൽ എന്തോ പാക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ സാമാന്യ ഈ ഗണ്ണെടുത്ത് കയറ്റുമായിരുന്നു. അപ്പോ ചോദിച്ചു നോക്കണ്ടേ? എടാ ചന്ദ്ര, നീ അവിടെ സിറ്റുവേഷൻ നടന്നപ്പോ നിന്നെ കണ്ടില്ല. ഞാൻ ഇവിടെ വന്നപ്പോ ഇവൻ അവിടെ സിറ്റുവേഷൻ നടന്നപ്പോ നിന്നെ കണ്ടില്ല. നീ ബാബു ഇവിടെ വന്നപ്പോ നീ വണ്ടിക്കകത്ത് എന്തോ സാധനം കയറ്റുന്നത് അവൻ കണ്ടെന്ന് പറഞ്ഞു. എന്നെ കണ്ണെടുത്ത് വെടിവും വെച്ചു. അപ്പൊ ഞാൻ കള്ളനെന്ന് പെട്ടെന്ന് പിന്നെ നിന്റെ അച്ഛനാണല്ലോ ഗ്യാങ് ഹൗസിൽ വരുന്നത്. അണ്ണ ഇവ ഗ്യാങ്സ് ഒന്നും അല്ലായിരുന്നു ഉള്ള കാര്യം പറയാൻ. ഞാൻ ഗ്യാങ് ഹൗസിലായിരുന്നു, ഞാൻ കുട്ടിയിലായിരുന്നു. അണ്ണാ ഞാൻ കാര്യം പറയാം. നീ ഗ്യാങ് ഹൗസിലല്ലേ? അണ്ണൻ നടത്തിയ വ്യക്തത കോൾ തന്നെയാണ്. എനിക്ക് ടീഷർട്ട് ഇല്ല, ടീഷർട്ട് തയ്ക്കാൻ കൊടുക്കുകയാണ്, തയ്ക്കാൻ കൊടുത്തിട്ട് അതെടുത്തിട്ട് വരാന്ന്. അതാണ് ഗ്യാങ് സിറ്റുവേഷൻ. ഞാൻ നീ ഗ്യാങ് ഹൗസിൽ എന്ത് ചോദിച്ചോ? നീ ഗ്യാങ് ഹൗസിൽ എന്ത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു? അപ്പൊ ഇതേ പച്ചത്തലുള്ള നീയും കൂടെ ഹലോ ബാക്കിൽ എന്ത് കയറ്റുമായിരുന്നു? ഗുരു പറ. തിരക്കിലാണോ? ഞങ്ങളൊരു ഗ്യാങ് മീറ്റിംഗിലായിരുന്നു. ഞാൻ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം.